ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ജനുവരിയിലെ ഏറ്റവും അവസാനത്തെ ഒരു ഐ പി ഒ ആണ്. ഐ പി ഒൻ്റെ പേരാണ് BLS ഇ സർവീസ് ലിമിറ്റഡ്. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു കമ്പനി BLS ഇൻ്റർനാഷണൽ സർവീസിൻ്റെ സബ്സിഡറി കമ്പനിയാണ്. BLS ഇൻ്റർനാഷണൽ സർവീസ് കമ്പനി എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോൾ നമ്മൾ യൂറോപ്പോ അമേരിക്ക ഏതെങ്കിലും ഒരു രാജ്യത്ത് പോവുകയാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി അപ്ലൈ ചെയ്യുന്നത് BLS ഇൻ്റർനാഷണൽ സർവീസിലാണ്. കാരണം നമ്മളെ വിസ പ്രോസസ്സിങ്ങും പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് വിസ പുറത്ത് പോകാനുള്ളതിൻ്റെ തരുന്ന ഒരു കമ്പനിയാണ് BLS ഇൻ്റർനാഷണൽ. മോസ്റ്റ്ലി ഇത് യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്കൻ അവിടെയൊക്കെയാണ് അവർ കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ BLS ഇ സർവീസ് കമ്പനി മോസ്റ്റ്ലി 3 കാറ്റഗറിയിലാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ബിസിനസ്സിലാണ്, ബിസിനസ് കറസ്പോണ്ടൻറ്റ് സർവീസസ്. രണ്ടാമത്തത് അസിസ്റ്റഡ് ഇ സർവീസസ്. മൂന്നാമത്തതാണ് ഇ ഗവർണൻസ് സർവീസസ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ IPO ൻ്റെ ഡേറ്റ് തുടങ്ങുന്നത് ജനുവരി 30 തൊട്ടാണ് ആൻഡ് എൻഡ് ആവുന്നത് ഫെബ്രുവരി 1 ആണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. അതിൻ്റെ അർത്ഥം ഇത് ഫ്യൂച്ചറിൽ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിരിക്കും. അതേ സമയത്ത് ഇതിൻ്റെ പ്രൈസ് ബാൻഡാണ് 129 to 135. ലോട്ട് സൈസ് 108 ഷെയർസ് ആണ്. അതിൻ്റെ അർത്ഥം ഓബ്വിയസ്ലി ഒരു 15,000 നിങ്ങൾ അക്കൗണ്ടിൽ വേണം അപ്ലൈ ചെയ്യുന്ന മുന്നേ. പിന്നെ ടോട്ടൽ സൈസ് ഇഷ്യൂ, ഫ്രഷ് ഇഷ്യൂ സെയിം ആണ്. അതിൻ്റെ അർത്ഥം ഇതിൽ OFS ഒന്നുമില്ല, പഴയ ഇൻവെസ്റ്റേഴ്സിനൊന്നും ക്യാഷ് പോകുന്നില്ല, അവർ ഇക്വിറ്റി ഡൈല്യൂട്ട് ഒന്നും ചെയ്യുന്നില്ല. ഫ്രഷ് ഇക്വിറ്റിയാണ് ഇതിൽ വരാൻ പോകുന്നത്. എന്തിനാണ് ഇവർ ഈ ക്യാഷ് റേസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ കാണുന്ന പോലെ അവർ ചെയ്യാൻ പോകുന്നത് മോസ്റ്റ്ലി സ്ട്രെങ്തനിങ് ദ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി അവരുടെ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാനും പുതിയ ക്യാപ്പബിലിറ്റീസ് കൊണ്ടുവരാനും അപ്ഡേറ്റ് ചെയ്യാനും പിന്നെ അതേ സമയത്ത് കൺസോളിഡേറ്റിംഗ് ദ എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോം, അതിൻ്റെ റൺ ടൈമും അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനുള്ള ഇതിന് വേണ്ടിയിട്ട് അവർ ഈ ക്യാഷ് യൂസ് ചെയ്യും. സെക്കൻഡ്, അവർ യൂസ് ചെയ്യാൻ പോകുന്നത് സെറ്റിംഗ് അപ്പ് BLS സ്റ്റോർസ്. പുതിയ BLS സ്റ്റോർ അവർ ഓപ്പൺ ചെയ്ത് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ളതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ക്യാഷ് ഉപയോഗിക്കാൻ പോകുന്നത്. അച്ചീവിങ് ഇൻഓർഗാനിക് ഗ്രോത്ത് ത്രൂ അക്വിസിഷൻ. ഇനി അവർ ബിസിനസ് ഗ്രോത്ത് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇവരുടെ ഫീൽഡിലുള്ള പ്ലെയേഴ്സിനെ അക്വിസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ക്യാഷ് അവർ യൂസ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളത് ജനറൽ കോർപ്പറേറ്റ് പർപ്പസ്. സോ ഇനി നമുക്ക് നോക്കാം അതിൻ്റെ ഫൈനാൻഷ്യൽസ് എങ്ങനെയുണ്ടെന്നുള്ളത്. ഏറ്റവും മെയിനാണത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അസറ്റ് മാർച്ച് 2021 മുതൽ അത് ഇൻക്രീസ് ആയതുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ സെപ്റ്റംബറിനാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ക്വാർട്ടർ വരുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യുക, കാരണം 2 ക്വാർട്ടറിൻ്റെ വന്നിട്ടുള്ളൂ. സോ ഫോർത്ത് ക്വാർട്ടറിൻ്റെ വരാൻ ഇനി സമയമുണ്ട്. സോ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യുമ്പോൾ ഓബിയസ്ലി 400 വരെ എത്തുന്ന ചാൻസസ് ഉണ്ട്. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ഇനി റവന്യൂ അതേ സമയത്ത് അത് ഇൻക്രീസ് ആവുന്നുണ്ട്. ഇതിനെ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യുകയാണെങ്കിൽ എന്തായാലും 300ൻ്റെ മുകളിലായിരിക്കും വരിക. സോ അസറ്റ് ഗ്രോ ആവുന്നുണ്ട്, റവന്യൂ ഗ്രോ ആവുന്നുണ്ട്. ഇനി പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആദ്യം 3 കോടി ചെയ്യുന്നുള്ളതായിരുന്നു. സോ സംതിങ് അറൗണ്ട് ഒരു 6 to 8% ആയിരുന്നു അവരുടെ പ്രോഫിറ്റ് മാർജിൻ. സോ അത് ഗ്രോ ആവുന്നുണ്ട് 5.3, പിന്നെ 20, അതിന് ശേഷം ഇപ്പോൾ 14. സോ ഇനി മൾട്ടിപ്ലൈ ബൈ 2 ചെയ്യുകയാണെങ്കിൽ ഒരു അറൗണ്ട് 30 വരെ എത്താനുള്ള ചാൻസസ് ഉണ്ട്. 30 crores പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇനിയുള്ളത് നെറ്റ്വർത്ത് ആണെങ്കിലും അതും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബോറോയിങ്സ്. ആദ്യം 11 crores ആയിരുന്നു, പിന്നെ 8 crores, ഇപ്പോൾ 0 ആയി. സോ സീറോ ഡെറ്റ് കമ്പനിയാണ് വെർച്വലി. സോ ഇങ്ങനത്തെ കമ്പനി എനിക്ക് വളരെ ഇഷ്ടമാണ്. സോ ലെറ്റ്സ് സി അവരുടെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് പറയുന്നത്. സോ നമുക്കിവിടെ കാണാൻ പറ്റും ROE 33% ആണ്, ROCE 30% ആണ്, ആൻഡ് ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.05. സോ വെർച്വലി ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 7.2. സോ നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നോക്കുമ്പോൾ എല്ലാം പ്ലസ് പോയിന്റ് തന്നെയാണ്. കാരണം EPSും നല്ല ഓക്കെ. പ്രീ IPO 3 ആയിരിക്കും, പോസ്റ്റ് IPO 2.24 ആണ്. PE പ്രീ IPO 44, പോസ്റ്റ് IPO 60 ആണ് ആകാൻ പോകുന്നത്. സോ ഓവറോൾ ഡെറ്റ് ഫ്രീ കമ്പനിയാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അവരുടെ പ്രോഫിറ്റും കൂടുന്നുണ്ട്, അവരുടെ കടം കുറഞ്ഞിട്ടുണ്ട്, പിന്നെ ROE ROCയും അതും നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ ഇനി നമുക്ക് നോക്കാം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടാനുള്ള ചാൻസസ് എന്താണെന്നുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റീറ്റെയിൽ ഷെയർസ് ഓഫേർഡ് നോട്ട് മോർ ദാൻ 10%. സോ ഇത് കിട്ടാനുള്ള കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. സോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനിയുള്ളത് പ്രൊമോട്ടർ ഹോൾഡിംഗ് 93.80% ആണ്. സോ
ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പോസ്റ്റ് ഇഷ്യൂ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എനിഹൗ എന്തായാലും 70ൻ്റെ താഴെ തന്നെ ആയിരിക്കും ആൻഡ് 55ൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും ഇവരിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രൊമോട്ടർ ഹോൾഡിംഗ്. സോ അതും ഒരു പോസിറ്റീവ് കാര്യമാണ്. സോ ഫൈനൽ വെർഡിക്റ്റ് പറയുകയാണെങ്കിൽ ഇത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആകാനുള്ള ചാൻസസ് 70 ടൈംസ് ആണ്. സോ നമുക്ക് ഒരു ലിസ്റ്റിംഗ് ഗെയിന് പ്രതീക്ഷിക്കാം ഒരു 60 to 80% ആണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ ജനുവരിയിൽ നടന്ന ഏറ്റവും നല്ല ഒരു ഗെയിന് കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആയിരിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറിന് ചോദിക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഡയറക്റ്റ് പോയി ബൈ ചെയ്യാൻ നോക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറിനോട് ചോദിച്ചതിന് ശേഷം തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യുക. Okay, so that's all from my side, guys. Do subscribe and follow for more.